ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിന്റെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് വീഡിയോസും ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. +1 പൊളിറ്റിക്കൽ സയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാർട്ട് എ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക്. ഫസ്റ്റ് ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ, വൈ ആൻഡ് ഹൗ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ അതോറിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ സർട്ടൺ ഫാക്ടേഴ്സ്. ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് വിച്ച് എൻഷുർ ദ അതോറിറ്റി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഒരു ഭരണഘടനയുടെ ആധികാരികത നിശ്ചയിക്കുന്നതിന് ചില ഘടകങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആധികാരികത വ്യക്തമാക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് വിശദമാക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഭരണഘടനയുടെ ധർമ്മം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇതും മുൻ വർഷങ്ങളിൽ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ ആൻ എസ്സേ ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ള മൗലിക അവകാശങ്ങളെക്കുറിച്ച് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ 5 റിട്സ് വിച്ച് ആർ ഇഷ്യൂഡ് ബൈ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്സ് ടു സേഫ് ഗാർഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതായത് മൗലിക അവകാശങ്ങൾ പരിരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും പുറപ്പെടുവിക്കാൻ കഴിയുന്ന 5 റിട്ടുകൾ എന്തെല്ലാമാണെന്ന് വിശദമാക്കാനും ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ആണ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്താണ്, അതായത് മൗലിക അവകാശങ്ങളും നിർദ്ദേശ തത്വങ്ങളും എന്താണെന്നും അവ തമ്മിലുള്ള വ്യത്യാസവും പഠിച്ചിരിക്കേണ്ടതാണ്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, തേർഡ് ചാപ്റ്റർ എലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എലക്ഷൻ കമ്മീഷന്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണ്, ധർമ്മം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ മെറിറ്റ്സ് ഫോർ ദ അഡോപ്ഷൻ ഓഫ് FPTP സിസ്റ്റം ആസ് ദ മെത്തേഡ് ഓഫ് എലക്ഷൻ ടു ലോക്സഭ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമ്പ്രദായമായ FPTP വ്യവസ്ഥ സ്വീകരിക്കാനുള്ള മേന്മകളും എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. അതും മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻസ് ഡിപ്പെൻഡ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഓൺ ആൻ ഇൻഡിപെൻഡൻറ്റ് എലക്ഷൻ കമ്മീഷൻ. ഈസ് ദ എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻറ്റ്? സബ്സ്റ്റൻഷിയേറ്റ് യുവർ ആൻസർ. അതായത് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിന് ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യമാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വതന്ത്ര പദവി ഉണ്ടോ വ്യക്തമാക്കാനും ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഫോർത്ത് ചാപ്റ്റർ എക്സിക്യൂട്ടീവ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്രൈം മിനിസ്റ്റർ. ഓൾസോ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് പ്രൈം മിനിസ്റ്റർ. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളും അതുപോലെ ചുമതലകളും വിശദമാക്കുവാനും പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും അധികാരങ്ങൾ താരതമ്യം ചെയ്യാനും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ സ്ഥിരമായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 8 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 ഡിസ്ക്രിഷണറി പവേഴ്സ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഏതെങ്കിലും 3 വിവേചന അധികാരങ്ങൾ പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. നെക്സ്റ്റ്, ഫിഫ്ത്ത് ചാപ്റ്റർ ലെജിസ്ലേച്ചർ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇന്ത്യൻ പാർലമെന്റ് കൺട്രോൾസ് ദ എക്സിക്യൂട്ടീവ് ടു എൻഷുർ ഇറ്റ്സ് അക്കൗണ്ടബിലിറ്റി ത്രൂ വേരിയസ് മെഷേഴ്സ്. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദീസ് മെഷേഴ്സ് ബൈ കൺസിഡറിംഗ് ദ ഫോളോയിങ് ഹെൻസ്: deliberation and discussion, approval or refusal of bills, financial control, no confidence motion. അതായത് ഇന്ത്യൻ പാർലമെന്റ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ ഉത്തരവാദിത്തം ഉറപ്പുവരുത്തുന്നതിനായി
അതിനെ വിവിധ മാർഗങ്ങളിലൂടെ നിയന്ത്രിക്കുന്നു. താഴെ തന്നിട്ടുള്ള സൂചനകളുടെ സഹായത്തോടെ ഈ മാർഗങ്ങളെ വിശദമായി വിവരിക്കുക. ഡെലിബറേഷൻ ആൻഡ് ഡിസ്കഷൻ, അതായത് ഗാഢമായ ചർച്ചകളും അതുപോലെ തന്നെ അപ്രൂവൽ ഓർ റിഫ്യൂസൽ ഓഫ് ബില്ല്, നിയമങ്ങൾക്ക് അനുമതി നൽകുകയോ നിരാകരിക്കുകയോ ചെയ്യുക. ഫൈനാൻഷ്യൽ കൺട്രോൾ, ധനപരമായ നിയന്ത്രണം. അതുപോലെ തന്നെ നോ കോൺഫിഡൻസ് മോഷൻ, അവിശ്വാസ പ്രമേയം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ സ്പെഷ്യൽ പവേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ. രാജ്യസഭയുടെയും ലോക്സഭയുടെയും പ്രത്യേക അധികാരങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ പഠിച്ചു വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ലെജിസ്ലേച്ചർ ഫോർ മേക്കിംഗ് ലോ ഹാസ് ടു ഗോ ത്രൂ ഡിഫറെന്റ് സ്റ്റേജസ്. എക്സ്പ്ലെയിൻ ദ ലോ മേക്കിംഗ് പ്രൊസീജിയേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഫങ്ഷൻസ് ഓഫ് പാർലമെന്റ്. അതായത് നിയമം നിർമ്മിക്കുന്നതിനായി നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ബില്ല് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ നിയമനിർമ്മാണ പ്രക്രിയ വിശദമാക്കാനും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാർലമെന്റ് ഫങ്ഷൻസ്, പാർലമെന്റ് ധർമ്മം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. സിക്സ്ത് ചാപ്റ്റർ, ജുഡീഷ്യറി. ഈ ഒരു ചാപ്റ്റർ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഫാക്ടേഴ്സ് വിച്ച് മേക്ക് ഇന്ത്യൻ സുപ്രീം കോർട്ട് ടു ആക്ട് ഇൻഡിപെൻഡന്റ്ലി. എക്സ്പ്ലെയിൻ വേരിയസ് ഫങ്ഷൻസ് ഓഫ് സുപ്രീം കോടതി. അതായത് സുപ്രീം കോടതിയെ സ്വതന്ത്രമായി പ്രവർത്തിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ചുമതലകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിലൊക്കെ 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ജുഡീഷ്യൽ ആക്ടിവിസം ഹാസ് സെവറൽ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ലിസ്റ്റ് ഔട്ട് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ജുഡീഷ്യൽ ആക്ടിവിസം. അതായത് ജുഡീഷ്യൽ ആക്ടിവിസത്തിന് ധാരാളം മേന്മകളും അതുപോലെ തന്നെ പോരായ്മകളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ മേന്മകൾ എന്തെല്ലാമാണ്, പോരായ്മകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: ജുഡീഷ്യറി ഷുഡ് ബി ഫ്രീ ഫ്രം ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. വൈ ഡു വി നീഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി? ഹൗ ദിസ് ഇൻഡിപെൻഡൻസ് ക്യാൻ ബി എൻഷേർഡ്? നിയമനിർമ്മാണ വിഭാഗത്തിൽ നിന്നും കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും സ്വതന്ത്രമായിരിക്കണം നീതിന്യായ വിഭാഗം. നമുക്കൊരു സ്വതന്ത്ര നീതിന്യായ വിഭാഗത്തിന്റെ ആവശ്യം എന്താണെന്നും എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ സാധിക്കുകയെന്നും നോക്കി വച്ചിരിക്കുക. നെക്സ്റ്റ്, സെവൻത് ചാപ്റ്റർ, ഫെഡറലിസം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫെഡറൽ ഇൻ ഫോം ബട്ട് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. Central state relations and appointment of governors are areas of dispute. Analyze and evaluate Indian federal system in the context of the above conversation. അതായത് ഇന്ത്യൻ ഭരണഘടന രൂപത്തിൽ സംയുക്തവും അതുപോലെ ആത്മാവിൽ ഏകാത്മകവുമാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും ഗവർണർമാരുടെ നിയമനവും തർക്കമേഖലകളാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന സംഭാഷണം നിരീക്ഷിച്ച് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്നും വിലയിരുത്താനും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്, 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ഈസ് എ ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ്. സബ്സ്റ്റാൻഷിയേറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ്. അതായത് ശക്തമായ ഒരു കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഒരു ഫെഡറേഷനാണ് ഇന്ത്യ. അപ്പോൾ ഇത് ഈ ഒരു പ്രസ്താവനയെ സാധൂകരിക്കാനും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് 8th ചാപ്റ്റർ, ലോക്കൽ ഗവൺമെന്റ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: എക്സ്പ്ലെയിൻ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്. അതായത് 73ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രധാന വ്യവസ്ഥകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. 8 മാർക്കിന് സ്ഥിരമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കുന്ന ചോദ്യമാണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് 9th ചാപ്റ്റർ, കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ലിവിംഗ് ഡോക്യുമെന്റ് കമന്റ്. അതായത് ഇന്ത്യൻ ഭരണഘടന ഒരു സജീവ പ്രമാണമാണ്. ഇതിനെപ്പറ്റി അഭിപ്രായം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ആർട്ടിക്കിൾ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് വിത്ത് അമെൻമെന്റ് പ്രൊസീജിയർ. എക്സ്പ്ലെയിൻ ദ 3 മെത്തേഡ്സ് ഓഫ് അമെൻമെന്റ് പ്രൊസീജിയർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്നും ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള 3 നടപടിക്രമങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 10th ചാപ്റ്റർ, ദ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണെന്ന് നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബേസ്ഡ് ഓൺ സം മേജർ പൊളിറ്റിക്കൽ ഫിലോസഫി. ഐഡന്റിഫൈ ദ മേജർ പൊളിറ്റിക്കൽ ഫിലോസഫി ദാറ്റ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് മേഡ് അപ്പ് ഓഫ്. അതായത് ചില രാഷ്ട്രീയ തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടതെന്നും ഏതെല്ലാം രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ളതെന്നും പഠിച്ചിരിക്കണം. ഇത് 8 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്, നന്നായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: പോയിന്റ് ഔട്ട് എനി 3 ക്രിറ്റിസിസം വിച്ച് ആർ ലെവൽ അഗൈൻസ്റ്റ് ദ
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും 3 വിമർശനങ്ങൾ എന്തെല്ലാമാണെന്നും ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടാണ് പൊളിറ്റിക്കൽ തിയറി. ഫസ്റ്റ് ചാപ്റ്റർ പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണെന്ന് നോക്കാം. ഇവാലുവേറ്റ് ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിങ് പൊളിറ്റിക്കൽ തിയറി. അതായത് രാഷ്ട്രീയ സിദ്ധാന്തം പൊളിറ്റിക്കൽ തിയറി പഠിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യവും എന്തെല്ലാമാണെന്നും മനസ്സിലാക്കിയിരിക്കണം. ഇത് ഈ ഒരു ചാപ്റ്ററിന് സ്ഥിരമായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ ഫ്രീഡം ഓവർവ്യൂ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ കമ്പാരിസൺ നോട്ട് ഓൺ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി. അതായത് നിഷേധാത്മകവും ക്രിയാത്മകവുമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു താരതമ്യക്കുറിപ്പ് എഴുതാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഹാം പ്രിൻസിപ്പിൾ. ഐഡന്റിഫൈ ദ ഫിലോസഫർ ഹു ഈസ് അസോസിയേറ്റഡ് വിത്ത് ദിസ്. അപ്പം എന്താണ് ഹാനി തത്വം അല്ലെങ്കിൽ ഹാം പ്രിൻസിപ്പിൾ എന്താണെന്നും അതുപോലെ തന്നെ ഈ ഒരു ആശയത്തോട് ബന്ധപ്പെട്ട ചിന്തകൻ ആരാണ്, ഫിലോസഫർ ആരാണെന്നും മനസ്സിലാക്കിയിരിക്കണം. ഇതും ഈ ഒരു ചാപ്റ്ററിന് സ്ഥിരമായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ ഇക്വാളിറ്റി. ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യം ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡയമെൻഷൻസ് ഓഫ് ഇക്വാളിറ്റി ആൻഡ് സജസ്റ്റ് 3 മെത്തേഡ്സ് ബൈ വിച്ച് ഇക്വാളിറ്റി ക്യാൻ ബി പ്രൊമോട്ടഡ്. അപ്പം ഇക്വാളിറ്റി, സമത്വത്തിന്റെ തലങ്ങൾ എന്തെല്ലാമാണെന്നും അതുപോലെ തന്നെ സമത്വം പരിപോഷിപ്പിക്കുന്നതിനായിട്ടുള്ള 3 വ്യത്യസ്ത സമ്പ്രദായങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ സോഷ്യൽ ജസ്റ്റിസ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. എക്സ്പ്ലെയിൻ ജോൺ റെയിൽസ് തിയറി ഓഫ് വെയിൽ ഓഫ് ഇഗ്നോറൻസ്. ഡു യു തിങ്ക് ദാറ്റ് വെയിൽ ഓഫ് ഇഗ്നോറൻസ് വിൽ ലീഡ് ടു സോഷ്യൽ ജസ്റ്റിസ്? സബ്സ്റ്റാൻഷിയേറ്റ് യുവർ ആർഗ്യുമെന്റ്സ്. അതായത് ജോൺ റൗൾസിന്റെ അജ്ഞതയുടെ മൂടുപടം എന്ന സിദ്ധാന്തം വിശദീകരിക്കുകയും അതുപോലെ അജ്ഞതയുടെ മൂടുപടം സാമൂഹ്യ നീതിയിലേക്ക് നയിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ വാദങ്ങൾ സമർത്ഥിക്കാനും ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമെല്ലാം ചോദിച്ചൊരു ചോദ്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്? അതായത് നീതിയുടെ പ്രധാന തത്വങ്ങൾ എന്തെല്ലാമാണെന്നും മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് ഫിഫ്ത്ത് ചാപ്റ്റർ റൈറ്റ്സ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അതായത് അവകാശങ്ങളും ചുമതലകളും തമ്മിലുള്ള ബന്ധം എന്തെല്ലാമാണെന്നും മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കുന്ന ചോദ്യമാണ്. നെക്സ്റ്റ് സിക്സ്ത് ചാപ്റ്റർ സിറ്റിസൺഷിപ്പ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണെന്ന് നോക്കാം. All citizens may be granted equal rights but may not be able to equally exercise them. Explain this with conditions of slum dwellers and tribal peoples and prepare a note on universal citizenship and global citizenship. അതായത് എല്ലാ പൗരന്മാർക്കും തുല്യമായുള്ള അവകാശങ്ങളാണ് അനുവദിച്ചിരിക്കുന്നതെങ്കിലും എല്ലാവർക്കും അത് തുല്യമായി അനുഭവിക്കാൻ കഴിയുന്നില്ല. ചേരി നിവാസികളുടെയും ആദിവാസികളുടെയും സാഹചര്യങ്ങൾ വച്ച് ഇത് വിശദമാക്കുക. അതുപോലെ തന്നെ സർവ്വദേശീയ പൗരത്വം അതുപോലെ ആഗോള പൗരത്വം എന്നിവയെക്കുറിച്ചും പഠിച്ചിരിക്കണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്. മെൻഷൻ മെത്തേഡ്സ് ബൈ വിച്ച് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ക്യാൻ ബി അക്വയർഡ്. അതായത് ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് സെവൻത് ചാപ്റ്റർ നാഷണലിസം. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് വിച്ച് കോൺട്രിബ്യൂട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് നാഷണലിസം. അതായത് ദേശീയതയുടെ വികസനത്തിന് സംഭാവന നൽകുന്ന വിവിധ ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം. സ്ഥിരമായും ചോദിക്കുന്ന ചോദ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 8 മാർക്ക് പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്. നെക്സ്റ്റ് എയ്ത്ത് ചാപ്റ്റർ സെക്യുലറിസം. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഇന്ത്യൻ സെക്യുലറിസം ഹാസ് ബീൻ സബ്ജക്റ്റഡ് ടു ഫേസ് ക്രിറ്റിസിസം ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിൻസ്. അനലൈസ് ദ മേജർ ക്രിറ്റിസിസം അഗൈൻസ്റ്റ് ഇന്ത്യൻ സെക്യുലറിസം: ആന്റി റിലീജിയസ്, വെസ്റ്റേൺ ഇമ്പോർട്ട്, മൈനോറിറ്റിസം, ഇന്റർവെൻഷനിസ്റ്റ്, വോട്ട് ബാങ്ക് പൊളിറ്റിക്സ്. ഇന്ത്യൻ മതേതരത്വം വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. ചുവടെ നൽകിയിരിക്കുന്ന സൂചകങ്ങളുടെ സഹായത്തോടെ ഇന്ത്യൻ മതേതരത്തിനെതിരായ പ്രധാന വിമർശനങ്ങൾ വിശകലനം ചെയ്യുക. അപ്പം മതവിരുദ്ധം എന്താണ്, അതുപോലെ പാശ്ചാത്യ ഇറക്കുമതി എന്താണ്, ന്യൂനപക്ഷത്വം എന്താണ്, ഇടപെടൽ എന്താണ്, വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്താണ് തുടങ്ങിയവയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ വെസ്റ്റേൺ സെക്യുലറിസം ആൻഡ് ഇന്ത്യൻ സെക്യുലറിസം. അതായത് ഇന്ത്യൻ മതേതരത്വവും പാശ്ചാത്യ മതേതരത്വവും തമ്മിലുള്ള വ്യത്യാസവും പഠിച്ചു വച്ചിരിക്കുക. ലാസ്റ്റ് ചാപ്റ്റർ പീസ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ഫോംസ് ഓഫ് സ്ട്രക്ചറൽ വയലൻസ്. അതായത് ഘടനാപരമായ ഹിംസയുടെ വിവിധ രൂപങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചു വച്ചിരിക്കണം. 4 മാർക്കിലെ 5 മാർക്കിനൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സാധാരണയായി ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +1 പൊളിറ്റിക്കൽ സയൻസിന്റെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ
ചൂടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ഷെയർ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.